നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു, അവനെ അവളെ കല്യാണം കഴിക്കാൻ കഴിയുമായിരുന്നു, നിനക്ക് നേരത്തെ എത്താൻ കഴിയുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. കൂടാതെ ഒരുപാട് നിയമങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 57ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഒരു അവസരം കിട്ടുന്നത് അവിടെ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിച്ചത് അത് വെച്ച് തന്നെ നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം പുറത്ത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയോ മടിയോ ഇല്ലാതെ സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു സമയം കിട്ടുന്നത്, ഇന്ത്യൻ ടൈം 7 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇതിൽ ഏത് സമയം ആണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോളജ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ഇതിൽ കുറച്ച് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ വരുന്ന പ്രവൃത്തി എപ്പോഴും എന്ന് പറയുന്നത് V3 ആയിരിക്കണം. V3യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഈ ക്ലാസ്സിന്റെ അവസാനം എന്ന് പറയുന്നത് V3യുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടിയും കൊടുക്കാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ കാര്യം മനസ്സിലാവാത്തവർ നിർബന്ധമായിട്ടും ആ കാര്യങ്ങൾ ഒന്നും കൂടിയും പഠിക്കുക. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യവും വാക്കുകളുടെ ഓർഡറുമാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സാഹചര്യം എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയായിരുന്നു, എനിക്ക് അങ്ങനെ പഠിക്കാൻ കഴിയായിരുന്നു, അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഇതിന്റെ വാക്കുകളുടെ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാക്കുകളുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് നോക്കുക, അവരെയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഐ എന്നുള്ളതാണ്. ആദ്യം എന്ന് പറയുന്നത് ഐ ചേർക്കുക, രണ്ടാമതായിട്ട് കുഡ് ചേർക്കുക, മൂന്നാമതായിട്ട് ഹാവ് ചേർക്കുക, നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത് ഇവിടെ സ്റ്റഡി എന്നുള്ളതാണ്. സ്റ്റഡീഡ് എന്ന് ചേർക്കുക. എപ്പോഴും പറയുന്നത് പ്രവൃത്തി V3 ആയിരിക്കണം. ഈ കാര്യങ്ങൾ ഈ ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റിപ്പോകും. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടാതെ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് കുഡ് ഹാവ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് ഇങ്ങനെ കുഡിന് എന്ന് പറയുന്ന ഒരു അർത്ഥം വെക്കുക, ഹാവിന് മറ്റൊരു അർത്ഥം വെക്കുക. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് പോകാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാം. എനിക്ക് പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ. എനിക്ക് പോകാൻ കഴിയുമായിരുന്നു. ഗോന്റെ V3 ആണ് ഗോൺ എന്ന് പറയുന്നത്. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാം. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് കം ഹിയർ. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു. കമ്മിന്റെ V3യും കമ്മ് തന്നെയാണ്. അവന് സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാം. അവന് സഹായിക്കാൻ കഴിയുമായിരുന്നു. ഹി കുഡ് ഹാവ് ഹെൽപ്ഡ്. അവന് സഹായിക്കാൻ കഴിയുമായിരുന്നു. അവൾക്ക് കഴിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാം. കഴിക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് ഈറ്റൺ. ഈറ്റിന്റെ V3 ആണ് ഈറ്റൻ എന്ന് വരുന്നത്. ഷീ കുഡ് ഹാവ് ഈറ്റൺ. അവൾക്ക് കഴിക്കാൻ കഴിയുമായിരുന്നു.
നമ്മളിപ്പോ നോക്കിയത് ചെറിയ ഉദാഹരണങ്ങളാണ്. നമുക്ക് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. നമുക്ക് വലിയ രീതിയിലൊക്കെ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാം. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നു. കളിച്ച് കഴിഞ്ഞ കാര്യമല്ല പറയുന്നത്, അങ്ങനെ ചെയ്യാൻ കഴിയായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് എന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവൾക്ക് എന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. അവൾക്ക് എന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു. വിളിക്കാൻ പണ്ട് കഴിയായിരുന്നു, പക്ഷേ എങ്കിൽ എന്ന് പറയുന്നത് അവൾ വിളിച്ചില്ല എന്നുള്ള രൂപത്തിലുള്ളതാണ് അതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് പോലീസിനെ അറിയിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അവർക്ക് പോലീസിനെ അറിയിക്കാൻ കഴിയുമായിരുന്നു. ദേ കുഡ് ഹാവ് ഇൻഫോംഡ് ദ പോലീസ്. അവർക്ക് പോലീസിനെ അറിയിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ എത്താൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ എത്താൻ കഴിയുമായിരുന്നു. ഹി എന്നുള്ളത് അദ്ദേഹം, അവൻ, അയാൾ എന്നൊക്കെ എന്ന് പറയുന്നത് അതിന് അർത്ഥം വരും. ഹി കുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഏർലി. അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ എത്താൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു. വന്നിട്ടില്ല, പക്ഷേ പിന്നെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയായിരുന്നു, പക്ഷെ നീ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. യു കുഡ് ഹാവ് കം വിത്ത് മീ. നിനക്കെൻ്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. പണ്ടങ്ങനെ ചെയ്യാൻ കഴിയായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. അതിനൊരു അവസരം നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. എങ്ങനെ പറയാൻ പറ്റും? വി കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. നമുക്ക് അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് മാരീഡ് ഹർ. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അവിടെ ചേരാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്ക് അവിടെ ചേരാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ജോയിൻഡ് ദെയർ. എനിക്കവിടെ ചേരാൻ കഴിയുമായിരുന്നു. അവർക്കൊരു ഡോക്ടർ ആവാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ദേ കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. അവർക്കൊരു ഡോക്ടർ ആവാൻ കഴിയുമായിരുന്നു. ബീൻ എന്ന് പറയുന്നത് ബീൻ്റെ V3 ആണ്. ബീൻ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ ആവുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ V3 ആണ് ബീൻ എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്കൊരു അധ്യാപകൻ ആവാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ കുഡ് ഹാവ് ബീൻ എ ടീച്ചർ. എനിക്കൊരു അധ്യാപകനാവാൻ കഴിയുമായിരുന്നു. നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് ബീൻ എ ഗുഡ് വൈഫ്. നിനക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അയാൾക്ക് നല്ലൊരു ജോലിക്കാരനാകാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഹി കുഡ് ഹാവ് ബീൻ എ ഗുഡ് എംപ്ലോയി. അവന് നല്ലൊരു ജോലിക്കാരനാവാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് എന്നെ അറിയിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ അറിയിച്ചില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ. നിങ്ങൾക്ക് എന്നെ അറിയിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ യു ഡിഡിൻറ്റ് ഇൻഫോം മീ. നിങ്ങൾ എന്നെ അറിയിച്ചില്ല. അവർക്ക് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിയുമായിരുന്നു, പക്ഷേ അവർ ഇവിടെ എത്തിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ദേ കുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഓൺ ടൈം, ബട്ട് ദേ ഡിഡിൻറ്റ് റീച്ച് ഹിയർ. അവർക്ക് ഈ കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിയുമായിരുന്നു, പക്ഷേ അവർ ഇവിടെ എത്തിയില്ല. ഓൺ ടൈം എന്നുള്ളത് കൃത്യസമയം എന്നുള്ളതാണ്. ബട്ട് എന്ന് പറയുന്നത് പക്ഷേ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അടുത്ത നമുക്ക് ഇഫ് വെച്ചിട്ട് രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് കുഡ് ഹാവ് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് അടുത്ത നോക്കാം. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഇഫ് യു ഹാഡ് കോൾഡ് മീ. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഹാഡ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഇഫ് യു ഹാഡ് കോൾഡ് മീ. നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് കം വിത്ത് യു. എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്.
അത് തിരിച്ചും പറയാവുന്നതാണ്. ഐ കുഡ് ഹാവ് കം വിത്ത് യു ഇഫ് യു ഹാഡ് കോൾഡ് മീ എന്നും പറയാൻ പറ്റുന്നതാണ്. രണ്ടിനും പറയുന്നത് പ്രശ്നങ്ങളില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പരീക്ഷ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ ഷീ കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. അവൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പരീക്ഷ ജയിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ഇംഗ്ലീഷ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഹി ഹാഡ് പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ് ഹി കുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് വെൽ. അവൻ ഇംഗ്ലീഷ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇതിൽ ഇഫിന്റെ അർത്ഥം വരുന്നത് എങ്കിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇഫിന്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഹാഡ് പ്ലസ് V3 വരുന്ന കാര്യങ്ങളും അതും നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓർഡർ ക്രമത്തിലാണ് ക്ലാസ് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോ നോക്കിയത് എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ പറയാ എന്നുള്ളത് നോക്കാം. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. കുഡിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഐ കുഡ് നോട്ട് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. കുഡ് നോട്ട് എന്നും പറയാം, അതുപോലെ തന്നെ കുഡിന്റ് എന്നും പറയാൻ പറ്റുന്നതാണ്. ഐ കുഡിന്റ് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് എത്താൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? എത്തുക എന്നുള്ളത് റീച്ച് എന്നുള്ളതാണ്. അതിന്റെ V3 പറഞ്ഞു കൊടുക്കുക. എനിക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് റീച്ച്ഡ്. എനിക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം? സംസാരിക്കുക എന്നുള്ളത് സ്പീക്ക് എന്നുള്ളതാണ്. സ്പീക്കിന്റെ V3 ആണ് സ്പോക്കൺ എന്നുള്ളത്. ഷീ കുഡിന്റ് ഹാവ് സ്പോക്കൺ. അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിന്റ് ഹാവ് ഹെൽപ്ഡ്. എനിക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. അവന് എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? എടുക്കുക എന്നുള്ളത് ടേക്ക് എന്നുള്ളതാണ്. അതിന്റെ V3 ടേക്കൺ എന്നാണ് പറയുക. ഹി കുഡിന്റ് ഹാവ് ടേക്കൺ. അവന് എടുക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. എനിക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ കുഡിന്റ് ഹാവ് ഡൺ ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഡൂന്റെ V3 ആണ് ഡൺ എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് ഇവിടെ എത്താൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ കുഡിന്റ് ഹാവ് റീച്ച്ഡ് ഹിയർ. അവൾക്ക് ഇവിടെ എത്താൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് കൺവിൻസ് ചെയ്യുക എന്ന് പറയും. കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക, വിശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെ അർത്ഥം കൺവിൻസിന് വരുന്നുണ്ട്. വി കുഡിന്റ് ഹാവ് കൺവിൻസ്ഡ് ദം. ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ കുഡിന്റ് ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്കൊരു അധ്യാപകനാകാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ആവുക എന്ന് പറയുന്നത് ബി എന്നുള്ളതാണ്. അതിന്റെ V3 ആണ് ബീൻ എന്ന് പറയുന്നത്. ഐ കുഡിന്റ് ഹാവ് ബീൻ എ ടീച്ചർ. എനിക്കൊരു അധ്യാപകനാകാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് അത് വാങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾക്ക് അത് വാങ്ങാൻ കഴിയുമായിരുന്നില്ല. ഷീ കുഡിന്റ് ഹാവ് ബോട്ട് ദാറ്റ്. ബോട്ട് എന്നുള്ളത് ബൈന്റെ V3 ആണ് ബോട്ട് എന്ന് പറയുന്നത്. ഷീ കുഡിന്റ് ഹാവ് ബോട്ട് ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, അവൾക്ക് അത് വാങ്ങാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. എനിക്ക് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ കുഡിന്റ് ഹാവ് സ്പെൻഡ് ദെയർ മോർ ടൈം. മോർ ടൈം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം എന്നാണ് പറയുന്നത്. ഐ കുഡിന്റ് ഹാവ് സ്പെൻഡ് ദെയർ മോർ ടൈം. എനിക്ക് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയുമായിരുന്നില്ല. അരുണിന് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അരുൺ കുഡിന്റ് ഹാവ് പ്ലേഡ് വെൽ.
അരുണിന് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് സംസാരത്തിലൊക്കെ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഡ് ഹാവും അതുപോലെ തന്നെ കുഡിൻ്റെ ഹാവും വെച്ചിട്ട് പല വാക്കുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് പണ്ട് ചെയ്യാൻ കഴിയായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഖേദപ്രകടനം പോലെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് അവനെ സഹായിക്കാൻ കഴിയായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് അന്നേരം പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ള രൂപമാണ്. ചെയ്യാൻ കഴിയായിരുന്നു പക്ഷേ ചെയ്യാത്തൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പണ്ട് എനിക്ക് ചെയ്യാൻ കഴിയായിരുന്നു പക്ഷെ അത് ചെയ്യാത്ത കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ കുഡ് ഹാവ് ആണെങ്കിലും കുഡിൻ്റെ ഹാവ് ആണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന പ്രവൃത്തി V3 ആയിരിക്കും. V3യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. എന്നാലും പഠിക്കാത്തവർക്ക് വേണ്ടി ഈ ക്ലാസ്സിലും കൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്താക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പഠിക്കാത്തവർ നിർബന്ധമായിട്ടും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നടന്നത് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആ സാഹചര്യത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ന് പറയുന്നത് ആവശ്യാർത്ഥം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.